ഹായ് ആൾ NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ള കാര്യമാണ്, ധാരാളം പേർക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ധാരാളം പേര് വീഡിയോ കണ്ടു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഈ വീഡിയോ ലെസൺ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത, ഇതിലെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 100% തന്നെ പറയാം, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ. സോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക്. അപ്പൊ നമ്മൾ വീണ്ടും കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ തുടരുകയാണ്. എടുക്കുന്ന ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ രണ്ടാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അതിന് മുന്നേ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബർത്ത് കൺട്രോൾ എന്നതിനെ കുറിച്ചാണ്. ബർത്ത് കൺട്രോളിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനന നിയന്ത്രണം എന്ന് പറയും. ബർത്ത് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ദ മെയിൻ എയിം ഓഫ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ മലയാളം എന്താണ്? ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയും. ഓക്കെ, ബർത്ത് കൺട്രോൾ മലയാളം എന്താണ്? ജനന നിയന്ത്രണം എന്ന് പറയും. അങ്ങനെ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബർത്ത് ഓഫ് ദ ചൈൽഡ് പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ജനന നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ ഓഫ് ബർത്ത് ഓഫ് ചൈൽഡ്. ഒരു കുട്ടിയുടെ ജനനം എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക ബൈ യൂസിങ് സം കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് ഉണ്ടാകുന്നത് തന്നെ തടയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. കുഞ്ഞ് ജനിക്കുന്നത് തന്നെ, കുഞ്ഞ് ഉണ്ടാകുന്നത് തന്നെ, സൈഗോട്ട് ഉണ്ടാകുന്നത് വരെ അതൊക്കെ തടയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ബർത്ത് കൺട്രോളിന്റെ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ്? ബർത്ത് കൺട്രോൾ ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. ഓക്കെ, ആവശ്യമില്ലാത്ത പ്രഗ്നൻസി, അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്കിപ്പോ ഒരു കുഞ്ഞുവാവ വേണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചിട്ടുള്ളൂ, നമുക്കിപ്പോ അടുത്തൊന്നും കുഞ്ഞുവാവ വേണ്ട, അങ്ങനെയൊക്കെ അവർ തീരുമാനമെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇറ്റ് പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി, അത് പ്രഗ്നൻസി നിരോധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടുള്ള വെച്ചാൽ ഇറ്റ് ചെക്ക് പോപ്പുലേഷൻ ഗ്രോത്ത്, അതെന്ത് ചെയ്യും? ജനന നിയന്ത്രണം നമുക്ക് എന്ത് ചെയ്യും? തടയാൻ കഴിയുന്നതാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ബർത്ത് കൺട്രോളിനെ കുറിച്ചാണ്. ബർത്ത് കൺട്രോൾ is the prevention of birth of child by using various contraceptive methods. ധാരാളം ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് തന്നെ തടയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ സൈഗോട്ട് വരെ ഉണ്ടാകുന്നത് നമുക്ക്. അപ്പൊ എന്താണ് ഈ സൈഗോട്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ നമ്പർ 1 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിർബന്ധമായും വായിക്കണം അല്ലെങ്കിൽ കാണണം, എന്നാൽ മാത്രമേ ഈ ക്ലാസ്സുകളൊക്കെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബർത്ത് കൺട്രോൾ വെച്ചെന്താണ്? ടു ചെക്ക് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് കൺട്രോൾ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് എന്ത് വഴി? ബർത്ത് കൺട്രോൾ വഴി, അതായത് ജനന നിയന്ത്രണം വഴി. ഓക്കെ മക്കളെ, ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ്. ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗർഭനിരോധന മാർഗങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തായിരിക്കണം? നമ്മളിപ്പോ ധാരാളം ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ അത് ഗുളികകളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അത് സ്കിന്നിന് വെക്കുന്ന ചില ഉപകരണങ്ങളുടെ രൂപത്തിലാക്കി, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ വെക്കുന്ന ചില ഉപകരണങ്ങളുടെ രൂപത്തിലാക്കി, അങ്ങനെ ധാരാളം മെത്തേഡുകൾ വഴി നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാം? പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം. അങ്ങനെ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബർത്ത് കൺട്രോൾ എന്ന്. അത് എന്തുപയോഗിച്ചാൽ പ്രിവെന്റ് ചെയ്യുക? കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധന മാർഗങ്ങൾ. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് ചെക്ക് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. അത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ചെക്ക് നിയന്ത്രിക്കുന്നു. ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗങ്ങൾക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്?
ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ അരിച്ചെടുത്ത സാധനങ്ങളാണ്. പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഒന്ന് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മളൊരു ഗർഭനിരോധന മാർഗം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപയോഗിക്കാൻ കഴിയണം. പിന്നെ ഈസി ടു യൂസ്. ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് ഈസി ടു യൂസ്. അത് വളരെയധികം കംഫർട്ട് ആയിരിക്കണം, ഈസി ടു യൂസ്, എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണം എന്തെന്ന് പറയുന്നത് ആ ഗർഭനിരോധന മാർഗം. ഉദാഹരണം ചിലപ്പോൾ അത് കോണ്ടങ്ങളായിരിക്കും. നമുക്ക് പഠിക്കാനുണ്ട് ക്വാണ്ടം, നിങ്ങൾക്ക് ഇടണം ഫിസിക്സിലെ ക്വാണ്ടം തിയറി അല്ല, ബയോളജിയിലെ ക്വാണ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി. അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഈസിലി അവൈലബിൾ, എവിടെയെങ്കിലും അവൈലബിൾ ആയിരിക്കണം. ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗങ്ങൾക്ക് വേണ്ട ഗുണഗണങ്ങളാണ്. ഒന്ന്, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. യൂസർ ഫ്രണ്ട്ലി മീൻസ് ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് ഈസി ടു യൂസ്. വളരെ സുഖസുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. രണ്ട്, ഈസിലി അവൈലബിൾ, സുഖമായിട്ട് അവൈലബിൾ ആയിരിക്കണം. എവിടെ പോയാലും നമ്മുടെ നാട്ടിലും മെഡിക്കൽ സ്റ്റോറൊക്കെ അവൈലബിൾ ആയിരിക്കണം. അത് എഫക്റ്റീവ്. എഫക്റ്റീവ് എന്ന് വെച്ചാൽ അതിന് ഉപകാരം അത് നടത്തണം. എന്താ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്? ഗർഭം നിരോധിക്കണം, പ്രഗ്നന്റ് ആകരുത്. അതാണ് എഫക്റ്റീവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗർഭനിരോധന മാർഗം, ഒരു ഗുളിക എന്ന് വിചാരിച്ചു, ഒരു ഗർഭനിരോധന ഗുളികയുടെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. എന്തായിരുന്നു ആലോചിച്ച് നോക്കൂ. CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലക്നൌവിലെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ നോൺ സ്റ്റീറോയിഡ് ഡ്രഗ് എന്ന് പറയുന്നത് ഗുളികയുടെ പേര് എന്തായിരുന്നു? സഹേലി എന്ന് പറയുന്നത്. ഓറൽ കൺട്രാസെപ്റ്റീവ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ, വായുവായി ഗർഭനിരോധിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പിൽ, അതൊരു ഗർഭനിരോധന ഗുളികയാണ്. ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി, അത് യൂസർ ഫ്രണ്ട്ലി ആണ്, കംഫർട്ടബിൾ ആണ്, ഈസി ടു യൂസ് ആണ്, ഈസിലി അവൈലബിൾ ആണ്. മൂന്നാമത്തെ എന്താ? എഫക്റ്റീവ് ആയിരിക്കണം. എന്താ എഫക്റ്റീവ്? ആ ഗുളിക കഴിച്ചു എന്നിട്ടോ ഗർഭിണിയായി പോയി, വല്ല കാര്യമുണ്ടോ? ഇല്ല, ഇറ്റ് ഈസ് നോട്ട്. അതെന്തല്ല, അത് ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗമല്ല എന്ന് പറയും. സോ അതിന്റെ ഉപയോഗം അത് നടത്തണം. അതാണ് എന്തെന്ന് പറയുന്നത്? എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഒരു യഥാർത്ഥ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയി കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗർഭം നിരോധിക്കണം. ഓക്കെ, അടുത്തത് റിവേഴ്സിബിൾ ആയിരിക്കണം. എന്താ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞ ടേം? റിവേഴ്സിബിൾ എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ ആ ഗുളിക കഴിച്ചു, സോറി ഞാൻ കഴിക്കാൻ പറ്റില്ല, അത് സ്ത്രീകൾക്കുള്ളത്, നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ സ്റ്റീറോയിഡ് ഓറൽ കൺട്രാസെപ്റ്റീവ് പിൽ ഫോർ ഫീമെയിൽസിനുള്ളത്. അപ്പൊ എന്റെ ഭാര്യ അത് കഴിച്ചു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. കാലങ്ങളോളം അവള് ഗുളിക നിർത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്, അതെന്തല്ല, റിവേഴ്സിബിൾ അല്ല എന്ന് പറയാം. ഓക്കെ, സോ ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗം എന്തായിരിക്കണം? റിവേഴ്സിബിൾ. അതായത് അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഷുഡ് നോട്ട് ഇന്റർഫിയർ ദ സെക്ഷൽ ഡ്രൈവ്. ഇത് ഇട്ട് ധരിച്ചു കഴിഞ്ഞ് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അത് എന്തിനെ ബാധിക്കരുത്? സെക്സിനെ ബാധിക്കരുത്. സോ ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളുടെ, ഒരു യഥാർത്ഥ ഗർഭനിരോധന മാർഗങ്ങളുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. സോ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്തായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ്. എഫക്റ്റീവ് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകരുത്. അതാണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നാലാമത് റിവേഴ്സിബിൾ ആയിരിക്കണം. എന്താ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്. പക്ഷേ അത് നിർത്തിക്കഴിഞ്ഞാൽ, അത് ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞു ഫെർട്ടിലിറ്റി തിരിച്ചു വരണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിവേഴ്സിബിൾ ആയിരിക്കണം. അത് നിർത്തിക്കഴിഞ്ഞാൽ, അതിന്റെ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഷുഡ് നോട്ട് ഇന്റർഫിയർ ദ സെക്ഷൽ ഡ്രൈവ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഗർഭനിരോധന മാർഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സെക്സിനെ ബാധിക്കരുത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ ദ സെക്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ. അതെന്തായിരിക്കണം? കംഫർട്ടബിൾ ആയിരിക്കണം. ഇതാണ് ഉദ്ദേശം. സോ ഇതാണ് ആദ്യത്തെ ഭാഗം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതായിരുന്നു? ബർത്ത് കൺട്രോൾ ആണ്. ബർത്ത് കൺട്രോൾ മലയാളം എന്താണ്? ജനന നിയന്ത്രണമാണ്. കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ജനനം നിയന്ത്രിക്കുന്നതാണ് ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച്? കൺട്രാസെപ്റ്റീവ് മെത്തേഡ് മലയാളം തന്നെ എന്താണ്? ഗർഭനിരോധന മാർഗങ്ങളാണ്. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അൺവാണ്ടഡ് പ്രഗ്നൻസി തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇറ്റ് ചെക്ക് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. അത് പോപ്പുലേഷൻ ഗ്രോത്തിനെ ചെക്ക് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ? ജനസംഖ്യ വിസ്ഫോടനം. അതിനെന്തൊക്കെ കാരണം? ഡെത്ത് റേറ്റ് കുറയുക, MMR മറ്റേണൽ മോർട്ടാലിറ്റി കുറയുക, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറയുക. അതിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഒക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുക, നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇത് സാധാരണ നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ് എടുക്കുന്ന പോലുള്ള ക്ലാസ് അല്ല. ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്നത് വെറും ഒരു ക്യാമറയുടെ മുന്നിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക ഞാൻ പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2% ആണുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിക്കണം.
ഓക്കെ, അപ്പൊ ഈ ബർത്ത് കൺട്രോൾ ആവശ്യം ടു ചെക്ക് ദ പോപ്പുലേഷൻ ഗ്രോത്ത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് എക്സാമിന് ചോദിക്കാം. എന്താണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്? ഒരു ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം? നിർബന്ധമാണ് എക്സാമിന് ചോദിക്കുക. ഒന്നെന്തായിരിക്കും? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. യൂസർ ഫ്രണ്ട്ലി മീൻസ് കംഫർട്ടബിൾ ആൻഡ് ഈസി ടു യൂസ്. കംഫർട്ടബിൾ ആയിരിക്കണം, ഈസി ടു യൂസ്, ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യം നടക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഗർഭനിരോധനം. അത് നടക്കണം. റിവേഴ്സിബിലിറ്റി, അത് ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ ഉണ്ടാകാൻ കഴിയണം. ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്ഷൽ ഡ്രൈവ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സെക്ഷൽ ഡ്രൈവിനെ, സെക്സിനെ ബാധിക്കരുത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഗർഭനിരോധന മാർഗത്തിന്റെ ഉള്ളറകളിലേക്ക് പോവാണ്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ക്ലാസ്സിലും കഴിയുമെങ്കിൽ ലെക്ചർ നോട്ടുകൾ എഴുതിയെടുക്കുക. എന്റെ ഈ വീഡിയോ ലെസന്റെ താഴെ ഈ ചാപ്റ്ററിന്റെയും മറ്റേ ചാപ്റ്ററിനെയും കൂടി പ്രിന്റ് ഔട്ട് മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലാക്കി നിങ്ങൾക്ക് ഇടാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഈ കഴിഞ്ഞ മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്, ഈസി ടു യൂസ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബർത്ത് കൺട്രോള്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഇനി നമ്മൾ വ്യത്യസ്ത ഗർഭനിരോധന മാർഗങ്ങൾ, വ്യത്യസ്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. കുറെ പേരുകളും കാര്യങ്ങളും. അപ്പൊ എപ്പോഴും ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ലെക്ചർ നോട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ SCERT നമ്മുടെ കേരള ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. നിർബന്ധമായിട്ടും വായിച്ചതിന് ശേഷം എന്റെ പ്രിന്റ് ഔട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കാം. അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കുറെ ഇത്രയും ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ എന്തിനാണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്? ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അൺവാണ്ടഡ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ എത്രത്തോളം 1, 2, 3, 4, 5, 6, 7 തരത്തിലുള്ള കൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് എക്സാമിൽ പഠിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ആദ്യത്തെ ഗർഭനിരോധന മാർഗമാണ് പേന നിലത്തുള്ളത്. ഓക്കെ, ആദ്യത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. ഒരു ഉപകരണ സംവിധാനങ്ങളും ഇല്ലാതെ നമ്മൾ ഗർഭം നിരോധിക്കുന്ന മെത്തേഡാണ് നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തേത് ബാരിയർ മെത്തേഡാണ്. നമ്മൾ ചില തടസ്സങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേമും എഗ്ഗും മീറ്റ് ചെയ്യുന്നത്, കണ്ടുമുട്ടുന്നത് പ്രിവെന്റ് ചെയ്ത് പ്രഗ്നൻസി നിരോധിക്കുന്ന മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. ഒരു തടസ്സം നമ്മൾ ചില ഉപകരണ സംവിധാനങ്ങളുടെ സഹായത്തോട്, ഉപകരണ സംവിധാനം കേൾക്കുമ്പോൾ ഇന്റർനാഷണൽ ആണെന്ന് വിചാരിക്കേണ്ട, ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേമും എഗ്ഗും കണ്ടുമുട്ടുന്നത് നമ്മൾ തടയുക, അതുവഴി ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക. അങ്ങനെ പ്രഗ്നൻസി നിരോധിക്കുന്ന മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. തടസ്സങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഗ്നൻസി നിരോധനം. മൂന്നാമത്തത് IUDS എന്ന് പറയും. ഫുൾ ഫോം ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. യൂട്രസിനകത്ത്, ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ എന്നാണ്. അപ്പൊ യൂട്രസിനകത്ത് വെക്കുന്ന ചില ഉപകരണങ്ങൾ, ഗർഭാശയത്തിനകത്ത് വെക്കുന്ന ഉപകരണങ്ങൾ. ഈ ഉപകരണങ്ങൾ ഗർഭാശയത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെട്ടാലും പ്രഗ്നന്റ് ആവില്ല. അങ്ങനെ പ്രഗ്നൻസി നിരോധിക്കുന്ന മെത്തേഡാണ് IUDS എന്ന് പറയും. ഫുൾ ഫോം എന്താ? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് എന്ന് പറയും. അടുത്തത് ഓറൽ കൺട്രാസെപ്റ്റീവ്, വായവഴിയിൽ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഗർഭനിരോധന ഗുളികകൾ എന്ന് വിളിക്കാം. ഞാൻ ചുരുക്കി വിളിക്കാം പില്ലിസ് എന്ന് വിളിക്കാം. ഒരു പില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സഹേലി. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ, അതുണ്ടാക്കിയതാണ് സയന്റിസ്റ്റ് ഓഫ് CDR ലക്നൗ, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലെ സയന്റിസ്റ്റുകളാണ് നോൺ സ്റ്റിറോയിഡ് ഡ്രഗായ സഹേലി ഡെവലപ്പ് ചെയ്തത്. അടുത്തത് ഇൻജക്റ്റബിൾ. ഇൻജക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രഗ്നൻസി നിരോധിക്കുന്നതാണ് ഇൻജക്റ്റബിൾ എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു, ഇവിടെ ചിത്രം കണ്ടു, ഒരു കുറെ തീപ്പെട്ടിക്കൊള്ളി പോലെ, അതെന്ത് ചെയ്യും? സ്കിന്നിനെ താഴെ വെക്കും. അങ്ങനെ അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി നിരോധിക്കാം. കുറെ ലോങ് ടേം എഫക്റ്റ് ആണ്, കുറെ കാലത്തേക്ക്. അതിനെ വിളിക്കുന്നവരെ ഇംപ്ലാന്റ്. ഇൻജക്റ്റബിൾ ആണ്. ഇൻജക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഹോർമോണുകൾ ഇൻജക്ട് ചെയ്തുകൊണ്ട് പ്രഗ്നൻസി നിരോധിക്കുന്നതാണ് ഇൻജക്റ്റബിൾ. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം ഉപയോഗിച്ചുകൊണ്ട് സ്കിന്നിന്റെ അടിയിൽ നമ്മൾ വെക്കും. അപ്പൊ പ്രിവെന്റ് പ്രഗ്നൻസി. ഇറ്റ് ഹാസ് എ ലോങ് ടേം എഫക്ട്. അതാണ് ലോങ് ടേം എഫക്റ്റ് ആണ്. അടുത്ത സർജിക്കൽ മെത്തേഡ്. സർജറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പ്രഗ്നൻസി നിരോധിക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ്. ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ സർജിക്കൽ മെത്തേഡിന് ഒരു പ്രത്യേകത ഉണ്ട്. സർജിക്കൽ മെത്തേഡ് പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ. നമ്മൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് പറഞ്ഞു, റിവേഴ്സിബിലിറ്റി വേണം.
എന്നുവെച്ചാൽ ഈ പ്രോഗ്രാം ഈ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് എടുത്ത് ഒഴിവാക്കുകയും നിർത്തുകയും ചെയ്താൽ വീണ്ടും കുട്ടികൾ ഉണ്ടാവണം. പക്ഷേ ഈ സർജിക്കൽ മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡുള്ള കാര്യം അറിയിക്കും. എന്തുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഐഡിയൽ സർജിക്കൽ മെത്തേഡ് സർജറി വഴി നമ്മൾ ഗർഭം നിരോധിക്കുന്ന മെത്തേഡാണ്. അതായത് റീപ്രൊഡക്റ്റീവിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യണം. എന്താ നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ സർജിക്കൽ മെത്തേഡ് ഈസ് നോട്ട് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ല എന്ന് പറയാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിച്ചതാണ്. അത് റിവേഴ്സിബിൾ ആയിരിക്കണം എന്ന് പക്ഷേ ഇതെന്തല്ല റിവേഴ്സിബിൾ അല്ല. മോസ്റ്റ്ലി ഇതെന്തല്ല റിവേഴ്സിബിൾ അല്ല. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളാണ്. ഏതൊക്കെയാണ് വ്യത്യസ്ത കൺട്രാസെപ്റ്റീവ് മെത്തേഡ്? നാച്ചുറൽ മെത്തേഡ്, അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. ബാരിയർ തടസ്സങ്ങൾ ഉണ്ടാക്കി സ്പേമും എഗും മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. IUDS യൂട്രസിനകത്ത് ചില ഉപകരണങ്ങൾ വെക്കുന്നു. IUDS ഫുൾ ഫോം ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. യൂട്രസിനകത്ത് ചില ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ പ്രഗ്നൻസി നിരോധിക്കുക. ഓറൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് വായുവായി ഗർഭം നിരോധിക്കുക. അതായത് പീൽസ് ഗുളികകൾ കഴിക്കുക. ഈ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി നിരോധിക്കാൻ കഴിയുന്നതാണ്. എക്സാമ്പിൾ നമ്മൾ സഹേരി ഒക്കെ പഠിച്ചത് ഓറൽ കൺട്രാസെപ്റ്റീവ് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ചില ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി നിരോധിക്കും. അതാണ് ഇഞ്ചക്ടബിൾ. ഇംപ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഉപകരണങ്ങൾ സ്കിന്നിനെ താഴെ വെക്കും. ഇറ്റ് പ്രിവെന്റ് പ്രഗ്നൻസി. ഇറ്റ് ഹാസ് എ ലോങ് ടേം എഫക്ട്. പിന്നെ സർജിക്കൽ മെത്തേഡ് സർജറി വഴി നമുക്ക് പ്രിവെന്റ് ഇതിനെ വന്ധീകരണം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് കേട്ടോ. സർജിക്കൽ മെത്തേഡ് മറ്റൊരു പേരാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇറ്റ് ഹാസ് നോട്ട് എൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ. അതെന്തല്ല റിവേഴ്സിബിൾ അല്ല. സോ നമ്മൾ ആദ്യം ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം? യെസ്, ആരെ കുറിച്ചാണ്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ മെത്തേഡിന്റെ പേരെന്താണ്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. നമ്മൾ കുറെ കൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ പേര് പഠിച്ചില്ല. നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, ബാരിയർ മെത്തേഡ് പഠിച്ചു, IUDs പഠിച്ചു, ഇഞ്ചക്റ്റബിൾ പഠിച്ചു, ഇംപ്ലാന്റ് പഠിച്ചു, ഓറൽ കൺട്രാസെപ്റ്റീവ്സ് പഠിച്ചു, പിന്നെ സർജിക്കൽ മെത്തേഡ് പഠിച്ചു. ഓരോന്നിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഏതാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തത്വം എന്താണ്? ഈ മെത്തേഡിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് ഓൾസോ ട്രഡീഷണൽ മെത്തേഡ്. ഒരു ഉപകരണ സംവിധാനങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഗർഭം നിരോധിക്കുന്നത് എന്നുള്ളത്. സെക്സിൽ ഏർപ്പെട്ട് പക്ഷേ പ്രഗ്നന്റ് ആകുന്നില്ല. എങ്ങനെ സെക്സിൽ ഏർപ്പെടും വേണം പക്ഷെ പ്രഗ്നന്റ് ആവും ചെയ്തത്. ഏത് മെത്തേഡ് വഴിയാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ മെത്തേഡ്? ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഹിയർ അവോയ്ഡ് ചാൻസസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റിംഗ്. സ്പേമും എഗും കണ്ടുമുട്ടുന്ന ചാൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ് പറ്റുക. സോ അവോയ്ഡ് ചാൻസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റ്. അപ്പൊ നിങ്ങൾ കാണിക്കണം എങ്ങനെയാണ് ഈ സ്പേമും എഗും കണ്ടുമുട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുക. അതിന് കുറെ മെത്തേഡുകൾ, 3 മെത്തേഡുകളാണ്. ആദ്യത്തെ മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറയും, വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയും, ഒന്നുകൂടിയുണ്ട് ലാക്ടേഷൻ അമൻട്രിയ എന്ന് പറയും. ആ 3 ഏത് ഹെഡിങ്ങിന് കീഴിൽ എഴുതുന്നത്? നാച്ചുറൽ മെത്തേഡ്. അപ്പൊ നാച്ചുറൽ മെത്തേഡ് വേറെ പേരാണ് ട്രഡീഷണൽ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹിയർ വി ആർ അവോയ്ഡിങ് ചാൻസസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റിംഗ്. സ്പേമും എഗും കണ്ടുമുട്ടുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. ഏതൊക്കെ വഴിയാണ്? ഇത് 3 ഹെഡിങ്ങുകളാണുള്ളത്. അപ്പൊ നാച്ചുറൽ മെത്തേഡ് ഏതൊക്കെ വഴി നടത്താം? ഒന്നുകിൽ പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് വഴി നടത്താം, വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് വഴി നടത്താം, ഒന്നുകൂടിയുണ്ട് ലാക്ടേഷൻ അമൻട്രിയ. ബോർഡ് സ്ഥലമില്ലാത്തൊന്നും എഴുതിയില്ല, ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യത്തത് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറഞ്ഞാൽ? ആബ്സ്റ്റിനിയൻസ് ഉള്ള വാക്കിന്റെ അർത്ഥം അവോയ്ഡ് എന്നാണ്. അവോയ്ഡ് AVOID, അവോയ്ഡ് ഒഴിവാക്കുക. കോയിറ്റസ് എന്താണ്? കോയിറ്റസ് നമുക്കറിയാം, ഇൻസേർഷൻ ഓഫ് ദ പീനിസ് ഇൻടു ദ വജീന ഓഫ് ദ ഫീമെയിൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് പറഞ്ഞത് അറ്റ് ദ ടൈം ഓഫ് സെക്സ് പീനിസിന്റെയും ഇറക്റ്റീവ്. ഇതാണ് പീനിസിന്റെയും പീനിസിന്റെയും ഇറക്റ്റീവ്. ഈ ഇറക്റ്റ് ചെയ്ത പീനിസ് ആണ് വജീനയ്ക്ക്. ഇതാ ഇവിടെ ഞാനൊരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ചത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? യൂട്രസ് ഉണ്ട്, ഓവറി ഉണ്ട്, ഒവിഡക്റ്റ് ഉണ്ട്, വജീന ഉണ്ട്, സെർവിറ്റൽ ഒക്കെ കാണും. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് സെക്സ് എന്ത് ചെയ്യും? പീനിസ് ഇറക്റ്റ്. ഈ ഇറക്റ്റ് ചെയ്ത പീനിസ് ആണ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, വജീനയ്ക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. മെയിൽ പാർട്ണർ ഫീമെയിൽ പാർട്ണറുടെ വജീനയ്ക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കോയിറ്റസ്. അതെന്ത് ചെയ്യാം? അവോയ്ഡ് ഒഴിവാക്കുക. ആബ്സ്റ്റിനിയൻസ് വാക്കിനകത്തുന്ന അവോയ്ഡ് അല്ലെങ്കിൽ ആബ്സ്റ്റിയൻസ് കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക. ഫ്രം ദാറ്റ് 10 to 17 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 ഡേയ്സിന്റെ സമയത്ത് സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അതാണ് ഏത് മെത്തേഡ്? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയിക്കുക എന്ത് 10 to 17 ഡേയ്സ് ഈ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫെർട്ടൈൽ പീരിയഡ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണാം അതിന്റെ സ്പെല്ലിംഗ്. ഫെർട്ടൈൽ പീരിയഡ്. ഈ ദിവസങ്ങളിലാണ് എന്തിന് ചാൻസ് ഉള്ളത്? ഒരു സ്ത്രീ ഓവുലേഷൻ ചാൻസ് ഉള്ളത്.
അതായത് ഒരു സ്ത്രീയുടെ മെൻസസ് ഇന്ന് ആരംഭിക്കുകയാണ്, ജനുവരി 1-ാം തീയതി മെൻസസ് ആരംഭിക്കുകയാണെങ്കിൽ ജനുവരി 10-ന്റെയും 15-ന്റെയും ഇടയിലാണ് ഓവുലേഷൻ ചാൻസ് ഉള്ളത്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താണ് സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 ഡേയ്സിലാണ് വിളിക്കുന്ന പേരാണ് ഫർട്ടൈൽ പീരിയഡ്. ചാൻസ് ഓഫ് ഓവുലേഷൻ ഈസ് വെരി ഹൈ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. അവിടെ ഏറ്റവും കൂടുതൽ ഓവുലേഷനുള്ള സാധ്യത ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിലെ 10-ന്റെയും 10, 11, 12, 13, 14, 15, 16, 17 ഏകദേശം 8 ദിവസങ്ങൾ മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 ഡേയ്സിനെ വിളിക്കുന്ന പേര് ഫർട്ടൈൽ പീരിയഡ്. ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഫെർട്ടിലൈസേഷന്റെ ചാൻസ് വളരെ ഹൈ ആണ്. എന്താണ് ഫെർട്ടിലൈസേഷന്റെ ചാൻസ്? സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് വളരെയധികമാണ്. ഉദാഹരണമായി പറയാം, ഒരു സ്ത്രീയുടെ ഇതിലെ എല്ലാ ദിവസവും ഓവുലേറ്റ് ചെയ്യുന്നല്ല, ഏതെങ്കിലും ഒരു ദിവസമാണ് എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് ഡോസ് റിലീസ് ചെയ്യുന്നത് നമുക്കറിയാം ഏതാണ്, 14th ഡേ. എല്ലാ സ്ത്രീയും 14th ഡേ ആകണമെന്നില്ല, അത് 10 ആകാം, 11 ആകാം, 12 ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ട് ഒരു റേഞ്ച് വെച്ചോളൂ. 10 to 17 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ആ മെൻസ്ട്രൽ സൈക്കിളിനാണ് ഓവുലേഷൻ കുഡ് ബി എക്സ്പെക്ടഡ്. നമുക്ക് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എഗ്ഗ് റിലീസ് ചെയ്തു, അവിടെ എന്തുള്ള ചാൻസ് ഉണ്ട്? ഇവിടെ എഗ്ഗ് ഇങ്ങനെ സെക്കൻഡ് ഡോസ് കാത്തുവെക്കും ആംബിളിയുടെ ആർക്ക് വേണ്ടി, സ്പേമിന് വേണ്ടി. അപ്പൊ ഈ ദിവസങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ടാൽ ഈ സ്പേം റിലീസ് ചെയ്യുന്നു അല്ലെ, സ്പേം കണ്ടെത്താനുള്ള ചാൻസ് ഇല്ലേ? സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് എന്താ? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ്? ട്രഡീഷണൽ മെത്തേഡ്. ഹിയർ വി ആർ അവോയ്ഡിങ് ചാൻസസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റ്. സ്പേമും എഗ്ഗും കണ്ടുമുട്ടുന്ന ചാൻസ് മാക്സിമം കുറയ്ക്കുകയാണ്. സോ ഒന്നാമത്തെ ഹെഡിങ് ആണ് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ്. എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ്? ഹിയർ വി ആർ അവോയ്ഡിങ്, ഇവിടെ അവോയ്ഡ് ചെയ്യാൻ കോയിറ്റസ്. എന്താ കോയിറ്റസ് അറിയാം? ഇൻസേർഷൻ ഓഫ് പീനിസ് ഇൻടു ദ വജൈന ഓഫ് ദ ഫീമെയിൽ ഈസ് കോൾഡ് കോയിറ്റസ്. ഡ്യൂറിംഗ് 10 to 17 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 ഡേയ്സിൽ നമ്മൾ സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. 10 to 17 ഡേയ്സിന്റെ പ്രത്യേകത എന്താ? അവനെ വിളിക്കുന്ന പേരാണ് ഫർട്ടൈൽ പീരിയഡ്. ആ സമയത്താണ് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ്. അപ്പൊ എഗ്ഗ് ഇവിടെ ഈ ദിവസങ്ങളിൽ എഗ്ഗ് ഇവിടെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ സമയങ്ങളിൽ സ്പേം റിലീസ് ചെയ്താൽ സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസും ഉണ്ട്. സോ ഈ 10 to 17 ഡേയ്സിനെ വിളിക്കുന്ന പേരാണ് ഫർട്ടൈൽ പീരിയഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ബാക്കിയുള്ള ദിവസം 28 ദിവസമല്ലേ മെൻസ്ട്രൽ സൈക്കിൾ, അതെ ബാക്കിയുള്ള ദിവസത്തെ വിളിക്കുന്ന പേരെന്താ? സേഫ്റ്റി പീരിയഡ്. അപ്പൊ ഫെർട്ടിലൈസേഷന് ചാൻസ് ഏറ്റവും കൂടുതൽ 10 to 17 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. അപ്പൊ ഓരോ സ്ത്രീയിലും ഓരോ രൂപത്തിലായിരിക്കും ഇത്. എല്ലാ മന്തിലും 10 മുതൽ 15, ജനുവരി 10 15, ഫെബ്രുവരി 10 15, മാർച്ച് 10 15, അങ്ങനെയല്ല. ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 to 17 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിനെ വിളിക്കുന്ന പേര് ഫെർട്ടൈൽ പീരിയഡ്. ആ ദിവസങ്ങളിലാണ് ഓവുലേഷൻ സെക്കൻഡ് ലൂസൈറ്റ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ സെക്കൻഡ് ലൂസൈറ്റ് അവിടെ ഉണ്ടാകും, ഇവിടെ ആംബ്യുലയിൽ കാത്തുക്കും. ഈ ദിവസങ്ങളിൽ എഗ്ഗ് റിലീസ് ചെയ്താൽ സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക? കപ്പിൾസ്, ആ ദമ്പതിമാർ അവോയ്ഡ്, ഒഴിവാക്കുക കോയിറ്റസിൽ ഏർപ്പെടുന്നത് ഫ്രം ഡേ 10 to 17 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ 10 to 17 ഡേയ്സ്. അപ്പൊ ഈ ദിവസങ്ങളിൽ വിളിക്കുന്ന പേരാണ് ഫർട്ടൈൽ പീരിയഡ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി പീരിയഡ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്ക്, ഇതിൽ ഏതെങ്കിലും ഉപകരണ സംവിധാനം ഉപയോഗിച്ചോ? ഇല്ല. കോണ്ടംസും ഗർഭാശയത്തിൽ വെക്കുന്ന പറഞ്ഞാൽ ഇല്ല. ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുന്നവർ നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സ്പേമും എഗ്ഗും കണ്ടുമുട്ടുന്ന ചാൻസ് മാക്സിമം എന്ത് ചെയ്തു? കുറച്ചു. ബാക്കിയുള്ള ദിവസങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ട പ്രഗ്നന്റ് ആവില്ല. ഈ ദിവസങ്ങളിൽ എഗ്ഗ് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സെക്കൻഡ് ലൂസൈറ്റ് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ചാൻസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റിംഗ് ഉണ്ട്. ഈ ദിവസങ്ങളിൽ കോയിറ്റസിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് മാക്സിമം. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പൂർണ്ണമായും NCERT ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഹെഡിങ് നോക്കൂ, വിത്ത്ഡ്രാവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നാണ്. വിത്ത്ഡ്രാവൽ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചെടുക്കുക, കോയിറ്റസിനെ ഇന്ററപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ഹെഡിങ് എന്താണ് മക്കളെ? കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധന മാർഗങ്ങൾ അല്ലെ. ഒന്നാമത്തെ ഹെഡിങ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഹെഡിങ് എന്താ? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് എന്താ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. രണ്ടാമത്തെ ഹെഡിങ് എന്താ? വിത്ത്ഡ്രാവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ വിത്ത്ഡ്രാവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്? വിത്ത്ഡ്രാവൽ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ കോയിറ്റസ് തടസ്സപ്പെടുത്തുക എന്നാണ്. എന്താണ് ഈ കോയിറ്റസ്? ഞാൻ വീണ്ടും പറഞ്ഞു, ഇൻസേർഷൻ ഓഫ് ദ പീനിസ് ഇൻടു ദ വജൈന ഓഫ് ദ ഫീമെയിൽ അറ്റ് ദ ടൈം ഓഫ് സെക്സ്. നമുക്കറിയാം പീനിസ് ഇറക്ട് ചെയ്യും. എന്തിനാണ് പീനിസ് ഇറക്ട് ചെയ്യുന്നത്? ഇൻസെമിനേഷന് വേണ്ടി. എന്താ ഇൻസെമിനേഷൻ? സെമൻ ഇൻടു ദ വജൈന ഓഫ് ദ ഫീമെയിൽ റിലീസ് ചെയ്യുക. സോ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് കോയിറ്റസ്. അതെന്ത് ചെയ്യുക? ഇന്ററപ്റ്റ് ചെയ്യുക. എന്താണ് സർ ഇത്? ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നതാണ്. അപ്പൊ അതിലെന്താ വെച്ചാൽ മെയിൽ പാർട്ണർ, ഭർത്താവ്, വിത്ത്ഡ്രോ ഹിസ് പീനിസ്, വിത്ത്ഡ്രോ തിരിച്ചെടുക്കുന്നു, എടുക്കുന്നു,
ഹിസ് പീനിസ് അദ്ദേഹത്തിന്റെ പീനിസ് ഫ്രം ദ വജൈന ഭാര്യയുടെ വജൈനയിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ സെമൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സോ ആസ് ടു അവോയ്ഡ് ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ വീണ്ടും പറയാം, ഇതാണ് വജൈന, നമുക്ക് എല്ലാവർക്കും കാണാം, ഇതാണ് പീനിസ് എന്ന് വിചാരിച്ചോ. ഇത് സ്ക്രോട്ടൽ സാക്ക് എന്ന് വിചാരിക്കും, ഇത് പീനിസ്. അറ്റ് ദ ടൈം ഓഫ് സെക്സ് എന്ത് ചെയ്തു? പീനിസ് ഇറക്ട് ചെയ്തു. ഈ ഇറക്ട് ചെയ്ത പീനിസ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് വിളിക്കുന്ന പേരാണ് എന്ത്? കോയിറ്റസ്. അപ്പൊ ഭർത്താവിന് അറിയാൻ കഴിയും സെമൻ റിലീസ് ചെയ്യാനായി എന്ന് ഭർത്താവിന് അറിയാൻ കഴിയും. സോ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഭർത്താവിന് തോന്നുന്നത് സെമൻ റിലീസ് ചെയ്യാനായി. അപ്പൊ എന്ത് ചെയ്യാം? ഈ സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന ഇജാക്കുലേഷൻ ഇൻടു ദ വജൈന ഓഫ് ദ ഫീമെയിൽ, അതിന് വിളിക്കുന്ന പറയുന്ന ഇൻസെമിനേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്താ ഈ ഇജാക്കുലേഷൻ, ഇൻസെമിനേഷൻ, ഇതൊക്കെ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. സോ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് കേട്ടാൽ മതി. ഓക്കെ. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് സെക്സ് പീനിസ് ഇറക്ട് ചെയ്ത പീനിസ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ മെയിൽ പാർട്ണർക്ക് തോന്നുകയാണ് സെമൻ റിലീസ് ചെയ്യാനായി എന്ന് തോന്നുകയാണ്. അപ്പൊ മെയിൽ പാർട്ണർ ഈ വജൈനകത്തുനിന്ന് പീനിസ് തിരിച്ചെടുക്കുന്ന പ്രോസസ്സ്, അതാണ് വിത്ത്ഡ്രോവൽ മെത്തേഡ്. സോ മെയിൽ പാർട്ണർ, ഭർത്താവ് വിത്ത്ഡ്രോ തിരിച്ചെടുക്കുന്നു ഹിസ് പീനിസ്, അദ്ദേഹത്തിന്റെ പീനിസിനെ ഫ്രം ദ വജൈന, ഈ വജൈനയിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷന് തൊട്ട് മുന്നേ എന്താ ഇജാക്കുലേഷൻ? സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ് ഇജാക്കുലേഷൻ. അപ്പൊ ഇജാക്കുലേഷന് തൊട്ട് മുന്നിന്ന് ഇജാക്കുലേഷൻ റിലീസ് ചെയ്യുന്നതിന് സെമൻ റിലീസിന് തൊട്ട് മുന്നേ ഇതിനകത്തൊന്ന് റിലീസ് ചെയ്യുന്നതാണ് വി ക്യാൻ അവോയ്ഡ് എന്ത്? ഇൻസെമിനേഷൻ. നമ്മുടെ ലക്ഷ്യം എന്താ? സ്പേമും എഗ്ഗും കണ്ടുമുട്ടുന്ന ചാൻസ് കുറയല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ആഫ്റ്റർ ഇജാക്കുലേഷൻ ആണെങ്കിലോ സെമൻ എടുത്തും. അപ്പൊ സ്പേം നീന്തി ആരെ കാണും? എങ്ങനെ കണ്ടാൽ സൈഗോട്ടായി പ്രഗ്നന്റ് ആവും. ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഈസ് ഹൈ. സോ വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ വിത്ത്ഡ്രോ തിരിച്ചെടുക്കുന്നു ഹിസ് പീനിസ്, അദ്ദേഹത്തിന്റെ പീനിസ് ഫ്രം ദ വജൈന, യോനിയിൽ നിന്ന്, ഭാര്യയുടെ യോനിയിൽ നിന്ന് ബിഫോർ ഇജാക്കുലേഷൻ എന്തിനാണ് അതിനകത്തുനിന്ന് പുറത്തേക്ക്? ടു പ്രിവെന്റ് ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. എന്താ ഇൻസെമിനേഷൻ? സെമൻ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 മെത്തേഡുകളെ കുറിച്ച് പഠിച്ചു. നാച്ചുറൽ മെത്തേഡിലെ 2 മെത്തേഡുകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ? നാച്ചുറൽ മെത്തേഡിന്റെ വേറെ പേരാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. ഹിയർ വി ആർ അവോയ്ഡിങ് ചാൻസസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റിംഗ്. സ്പേമും എഗ്ഗും മീറ്റ് ചെയ്യുന്നത് മാക്സിമം പ്രിവെന്റ് ചെയ്യണം വിത്തൗട്ട് ദ യൂസ് ഓഫ് എനി എക്യുപ്മെന്റ്സ്. ഒരു ഉപകരണ സംവിധാനങ്ങളും ഇല്ലാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അല്ല, ആദ്യത്തെ പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറയും. ആബ്സ്റ്റിനിയൻസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക കോയിറ്റസ് ഫ്രം 10 to 17 days of menstrual cycle. During that period we are expecting ovulation. ആ ദിവസങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. What do you mean by ovulation? The release of second oocyte from the ovary. ovary അകത്തുനിന്ന് സെക്കൻഡ് oocyte റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേറ്റ് ചെയ്ത് ഇവിടെ സെക്കൻഡ് oocyte കാത്തു നിൽക്കും. സെക്കൻഡ് oocyte റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ 10 to 17 days ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സെക്സ് ഏർപ്പെടാൻ സെമൻ റിലീസ് ചെയ്യും, സ്പേം ഇവിടെ പോകും, സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പേമും എഗ്ഗും കണ്ടുമുട്ടാനുള്ള ചാൻസ് മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് ആണ് പീരിയോഡിക് ആബ്സ്റ്റൻസ്. Here we are avoiding coitus from 10 to 17 days of menstrual cycle. During that period we are expecting ovulation. So this period is called fertile period. All other periods are called മറ്റു പീരിയഡുകൾ വിളിക്കുന്ന പേരാണ് സേഫ്റ്റി പീരിയഡ് എന്ന് പറയും. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡാണ് വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. എന്താണ് കോയിറ്റസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പീനിസ് വജൈനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോയിറ്റസ് എന്ന് പറയുന്നത്. വൈകോ മെയിൽ പാർട്ണർ, ഭർത്താവ് വിത്ത്ഡ്രോ തിരിച്ചെടുക്കുന്നു ഹിസ് പീനിസ്, അദ്ദേഹത്തിന്റെ പീനിസിനെ ഫ്രം ദ വജൈനയിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷന് തൊട്ട് മുന്നേ. അതായത് അറ്റ് ദ ടൈം ഓഫ് സെക്സ് ഞാൻ പറഞ്ഞ പീനിസ് ഇറക്ട് ചെയ്യും. ഈ ഇറക്ട് ചെയ്ത പീനിസ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കോയിറ്റസ്, അല്ലെങ്കിൽ വേറെ പേരും കൂടി പറഞ്ഞു കോപ്പുലേഷൻ എന്ന് പറയും. അപ്പോൾ ഭർത്താവിന് അറിയാൻ കഴിയും സെമൻ റിലീസ് ചെയ്യാനായി എന്ന് അറിയാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യും? മെയിൽ പാർട്ണർ ഇതിനകത്ത് നിന്ന് എന്ത് തിരിച്ചെടുക്കുക? അദ്ദേഹത്തിന് പീനിസ് തിരിച്ചെടുക്കുക. അപ്പൊ സെമൻ പുറത്തോട്ട് റിലീസ് ചെയ്യും. സോ മെയിൽ പാർട്ണർ വിത്ത്ഡ്രോ ഹിസ് പീനിസ് ഫ്രം ദ വജൈനകത്തുനിന്ന് തിരിച്ചെടുക്കുന്നു ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷന് തൊട്ടു മുന്നേ തിരിച്ചെടുക്കുന്നു. ജസ്റ്റ് ടു അവോയ്ഡ് എന്ത്? ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം ബിഫോർ ഇജാക്കുലേഷൻ. മെയിൽ പാർട്ണർ വിത്ത്ഡ്രോ ഹിസ് പീനിസ് ഫ്രം ദ വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. സെമൻ റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ ഈ വജൈനകത്തുനിന്ന് റിലീസ് ചെയ്യുന്നു ടു അവോയ്ഡ് എന്ത്? ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന്. ഇതിൽ രണ്ടും ഏത് മെത്തേഡ് വരുന്നതാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് വരുന്നതാണ്. മൂന്നാമത്തതാണ് ലാക്ടേഷൻ അമൻഡ്രിയ. ബോളിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ലാക്ടേഷൻ അമൻഡ്രിയ. ഓക്കെ. അപ്പൊ നാച്ചുറൽ മെത്തേഡില് 3 ഹെഡിങ്ങുകളാണ് വരുന്നത് അല്ലെ. ആദ്യത്തെ ഹെഡിങ് ഏതായിരുന്നു? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്നുള്ള ഒരു വാക്ക് പഠിച്ചു അല്ലെ. കപ്പിൾസ് അവോയ്ഡ് കോയിറ്റസ് ഡ്യൂറിംഗ് 10 to 17 days of menstrual cycle അല്ലെ. രണ്ടാമത്തത് എന്തായിരുന്നു? വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ്.
that the male partner withdraw his penis from the vagina just before ejaculation. Ejaculation തൊട്ട് മുന്നേ പീനിസ് വജനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ്. അതുവഴി സെമൻ റിലീസ് ചെയ്യുന്നത് ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ്, ആ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? വിത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. മൂന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് മക്കളെ ലാക്ടേഷൻ അമൻട്രിയ എന്ന് പറയുന്നത്. എമൻട്രിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം മെൻസ്ട്രൽ സൈക്കിൾ ആബ്സെന്റ് അല്ലെങ്കിൽ മെൻസസ് ഇല്ല എന്നുള്ളതാണ്. സോ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ പീരിയഡ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ വിളിക്കുന്ന പേര് അമൻട്രിയ. ലാക്ടേഷൻ അമൻട്രിയ ഈസ് ആൾസോ കാൾഡ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. ലാക്ടേഷൻ അമൻട്രിയ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് വിളിക്കാം. മനസ്സിലായില്ല അല്ലെ എന്തിനാണ് ഈ ലാക്ടേഷൻ എന്ന പേര്? ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ പാലുണ്ടാകുക. ഒരു പെൺകുട്ടി, ഉദാഹരണമായി പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ഈ ഡെഫിനേഷൻ വായിക്കാം. എന്നിട്ട് നോക്കാം. ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഇന്റൻസ് ലാക്ടേഷൻ ആഫ്റ്റർ പാർച്ചുലേഷൻ, പ്രസവത്തിന് ശേഷം ആ ഒരു സ്ത്രീയിൽ ധാരാളമായിട്ട് പാലുണ്ട്, ഇന്റൻസ് ലാക്ടേഷൻ ആണ്. During that period, the mother does not undergo, ആ അമ്മ എന്ത് ചെയ്യില്ല? മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല, ആ സ്ത്രീയിൽ ഓവുലേഷൻ നടക്കില്ല. എന്താ ഓവുലേഷൻ? സെക്കൻഡ് ദിവസം റിലീസ് ചെയ്യുന്നപ്പോൾ. അപ്പൊ പ്രസവത്തിന് ശേഷം ഒരമ്മയിൽ ധാരാളമായിട്ട് ലാക്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കും. അങ്ങനത്തെ ആ സ്ത്രീയിൽ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല? ഓവുലേഷൻ ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ടാൽ ഗർഭധാരണം ഉണ്ടാവില്ല, കൺസെപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ത് ഈ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഗർഭധാരണം എന്നാണ്. അത് പ്രിവെന്റ് ചെയ്യുന്ന പരിപാടിയാണ് കൺട്രാസെപ്ഷൻ, ഗർഭനിരോധനം. കൺസെപ്ഷൻ ഗർഭധാരണം, കൺട്രാസെപ്ഷൻ ഗർഭനിരോധനം. അപ്പൊ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ബ്രസ്റ്റിൽ ധാരാളമായിട്ട് മിൽക്ക് ഉണ്ടാവും. ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. മിൽക്ക് പുറത്തേക്ക് തള്ളുന്ന ഹോർമോൺ ഏതാ നമുക്കറിയാം, എന്താണ്? ഓക്സിറ്റോസിൻ ആണ്. മിൽക്ക് ഉണ്ടാകുന്ന ഹോർമോൺ, മിൽക്ക് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. സോ മിൽക്ക് സിന്തസൈസിങ് ഹോർമോൺ പ്രൊലാക്റ്റിൻ ആണ്. മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അപ്പോ ആ സ്ത്രീയുടെ ശരീരത്തിൽ കുറെ ദിവസങ്ങളോളം, കുറെ മാസങ്ങളോളം ഒരിക്കലും എന്ത് നടക്കില്ല? മെൻസ്ട്രേഷൻ നടക്കില്ല, ഓവുലേഷൻ നടക്കില്ല. എന്തായിരുന്നു മക്കളെ ഓവുലേഷൻ? ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് എഗ് അല്ലേ. ഉദാഹരണം ആ സ്ത്രീയാണെന്ന് വിചാരിച്ചു, ആ സ്ത്രീ പ്രസവിച്ചതിന് ശേഷം, ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ചാണ്, ഒരു പ്രസവിച്ചതിന് ശേഷമുള്ള ഒരു സ്ത്രീ ഓവുലേഷൻ നടക്കുന്നുണ്ടോ? എഗ് റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ സ്ത്രീ തന്റെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഭർത്താവ് എന്ത് റിലീസ് ചെയ്തു മക്കളെ? സെമൻ റിലീസ്. അപ്പൊ സ്പേം ഇങ്ങോട്ടോ, അവിടെ ആര് ഉണ്ടാവില്ല? എഗ് ഉണ്ടാവില്ല, സ്പേം ചമ്മിപ്പോവും അല്ലെ. സ്പേം എന്തുകൊണ്ടാണ് ചമ്മിപ്പോയി? there is no ovulation, എഗ് അവിടെ ഉണ്ടാവില്ല. സോ ഇത് എത്രത്തോളം കാലമാണ്? ആൾമോസ്റ്റ് 6 months. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു ഏകദേശം 6 മാസത്തോളം എന്തുണ്ടാവില്ല? ഓവുലേഷൻ, മെൻസ്ട്രേഷൻ സൈക്കിൾ ഒക്കെ നടക്കില്ല. ഇതൊക്കെ വെറും കൺസെപ്റ്റുകൾ മാത്രമാണ്. ചില സ്ത്രീകളിൽ പ്രസവിച്ചു കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം വീണ്ടും എന്ത് ആരംഭിക്കാറുണ്ട്? മെൻസ്ട്രേഷൻ ആരംഭിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓവുലേഷൻ ഒക്കെ ആരംഭിക്കാറുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാവും. സോ ഇറ്റ് ഈസ് സേഫ് ഓൺലി അപ് ടു 6 months എന്ന ടെക്സ്റ്റ് ബുക്കിൽ. ഇത് 6 മാസം വരെയാണ് സേഫ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രാ പറയാണ്. ചിലപ്പോൾ അത് മുന്നോട്ടാകാം, ചിലപ്പോൾ അത് അങ്ങോട്ടുമാകാം. ചിലപ്പോൾ 6 മാസത്തിന് ശേഷം കഴിഞ്ഞാൽ ചിലപ്പോൾ 7 മാസമാകും, 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? മെൻസ്ട്രൽ സൈക്കിൾ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക. സോ ഇത് പഠിക്കുക. ലാക്ടേഷൻ അമൻട്രിയ. അമൻട്രിയ മീൻസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ പീരിയഡ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. എന്താണത്? ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഇന്റൻസ് ലാക്ടേഷൻ ആഫ്റ്റർ പാർച്ചുലേഷൻ, പ്രസവത്തിന് ശേഷം ആ സ്ത്രീയുടെ ധാരാളമായി പാലുണ്ടാകുന്ന സമയത്ത് the mother does not undergo menstruation and ovulation. ആ സ്ത്രീ ഒരിക്കലും ആ സ്ത്രീയുടെ ശരീരത്തിൽ മെൻസ്ട്രേഷൻ ഒരിക്കലുമല്ല, മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല, ഓവുലേഷൻ ഉണ്ടാവില്ല. സോ ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ചാൻസ് ഓഫ് കൺസെപ്ഷൻ ഈസ് ആൾമോസ്റ്റ്, ആ സമയങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൺസെപ്ഷൻ, ഗർഭധാരണം ആൾമോസ്റ്റ് നീൽ, കൺസെപ്ഷൻ വളരെ കുറവ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? കൺട്രാസെപ്റ്റീവ് മെത്തഡ്, ഗർഭനിരോധന മാർഗത്തിലെ ഒന്നാമത്തെ മെത്തഡ് ഏതായിരുന്നു? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തഡാണ്. വളരെ എളുപ്പമുള്ള മെത്തഡാണ്. അതിന്റെ അവസാനത്തെ ഭാഗമാണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തഡ്. ഹിയർ വി ആർ അവോയ്ഡിങ് ചാൻസ് ഓഫ് സ്പേം ആൻഡ് എഗ് മീറ്റിംഗ്. സ്പേമും എഗ്ഗും കണ്ടുമുട്ടുന്ന ചാൻസ് വളരെയധികം കുറയ്ക്കാണ്. 3 മെത്തഡുകളുള്ളത് ഏതൊക്കെയായിരുന്നു? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്ത്രീയുടെ 10 to 17 ഡേയ്സിലാണ് വി ആർ എക്സ്പെക്ടിങ് ഓവുലേഷൻ. ആ സമയത്താണ് സ്പേമും എഗ്ഗും കണ്ടുമുട്ടിയാൽ ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ 10 to 17 ഡേയ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരിയഡ്. സോ കപ്പിൾസ് അവോയ്ഡ് കോയിറ്റസ് ഡ്യൂറിംഗ് 10 to 17 days of menstrual cycle. During that period we are expecting ovulation, so we can prevent chance of sperm and egg meeting, thereby preventing conception. ആ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പറയുന്നു. ആ 10 to 17 ഡേയ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരിയഡ്. ബാക്കി ജസ്റ്റ് വിളിക്കുന്ന പേരാണ് സേഫ്റ്റി പീരിയഡ്. ഇവിടെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മെൻസ്ട്രൽ സൈക്കിൾ ചാർട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1 മുതൽ 28 ദിവസമുള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മെൻസ്ട്രൽ സൈക്കിൾ ചാർട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾ 3 to 5 days ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ 1 to 5 days എന്താണ്? മെൻസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ ദിവസങ്ങളിൽ സെക്സിൽ ഏർപ്പെടാറില്ല സാധാരണ.
പിന്നെ 6, 7, 8, 9 ഈ ദിവസങ്ങൾ സേഫ്റ്റി പീരീഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സേഫ്റ്റി ഈ ദിവസങ്ങളിൽ സെക്സിലേർപ്പെട്ട പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ആൾമോസ്റ്റ് നില്ലാണ്. അതുകൊണ്ടാണ് സേഫ്റ്റി പീരീഡ് എന്ന് പറയുന്നത്. 10, 11, 12, 13, 14, 15, 16, 17 ഈ ദിവസങ്ങളിൽ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ്. നേരത്തെ പറഞ്ഞു ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് വി ആർ എക്സ്പെക്ടിങ് ഓവുലേഷൻ. അപ്പോൾ സ്പേം മേക്കും കണ്ടുമുട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ദീസ് പീരീഡ് ആണ് ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. 18, 19 ബാക്കിയുള്ള ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് പീരീഡ് എന്ന് പറയുന്നത്? സേഫ്റ്റി പീരീഡ് എന്ന് പറയുന്നത്. സോ സേഫ്റ്റി പീരീഡുകൾ 6, 7, 8, 9, 18 to 28 ആണ്. സോ ഇത് ചോദിക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. 10 to 17 days of menstrual cycle ആണ് we are expecting ovulation. That period is called fertile period. Other periods are called safety period. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്നതാണ്. ചിലപ്പോൾ ഇങ്ങോട്ടാകും ഇങ്ങോട്ടൊക്കെ ആവാവുന്നതാണ്. സോ രണ്ടാമത്തെ ഹെഡിങ് ആണ് വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് ഇന്ററപ്റ്റൽ എന്ത് ചെയ്യുന്നു? അറ്റ് ദ ടൈം ഓഫ് സെക്സ് പീനിസ് ഇറക്ട് ചെയ്യും. പീനിസ് വജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കോയിറ്റസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന് പറയും. കോയിറ്റസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന് പറയും. സോ ദ മെയിൽ പാർട്ണർ വിത്ത്ഡ്രോ ഹിസ് പീനിസ്. മെയിൽ പാർട്ണർ പീനിസ് വജിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നു ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, സെവൻ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ടു പ്രിവെന്റ് എന്ത്? ഇൻസെമിനേഷൻ പ്രിവെന്റ്. അങ്ങനെ പ്രഗ്നൻസി നിരോധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ത്ഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ലാക്ടേഷൻ അമൻഡ്രിയ എന്ന് പറയും. അമൻഡ്രിയ എന്ന് പറഞ്ഞാൽ നോ മെനസ്ട്രേഷൻ. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ധാരാളം പാലുണ്ടാവും. ഇന്റൻസ് ലാക്ടേഷൻ ആയിരിക്കും, ധാരാളം മിൽക്ക് സിന്തസിസ് ആയിരിക്കും. ലാക്ടേഷൻ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് മെനസ്ട്രേഷൻ ഉണ്ടാവില്ല, ഓവുലേഷൻ ഉണ്ടാവില്ല. ഓവുലേഷൻ ഉണ്ടായാൽ മാത്രമല്ല സെക്കൻഡ് ഡോസ് റിലീസ് ചെയ്യുള്ളൂ, എഗ് റിലീസ് ചെയ്യുള്ളൂ. സോ ചാൻസ് ഓഫ് സ്പേമും മേക്കും കണ്ടുപിടിക്കുന്ന ചാൻസ് വളരെയധികം കുറവാണ്. ഇറ്റ് ഈസ് സേഫ് ഓൺലി അപ് ടു എത്ര മന്താണ് മക്കളെ? 6 മന്താണ്. അപ്പൊ ഈ 3 മെത്തേഡുകളാണ് മക്കളെ നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് വരുന്നത്. എക്സാമിന് എന്ത് ചെയ്യും? ധാരാളം മെത്തേഡുകൾ തന്നിട്ട് അത് കാറ്റഗറൈസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? പീരിയോഡിക് ആബ്സ്റ്റിനിയൻസും വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസും ലാക്ടേഷൻ അമൻഡ്രിയും ഒക്കെ ഏതിൽ വരുന്നതാണ്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ടെക്സ്റ്റ് ബുക്ക് മുങ്ങി തപ്പി മാത്രമേ മനസ്സിലാവുള്ളൂ. അഡ്വാൻറ്റേജ്: നോ മെഡിസിൻ, നോ ഡിവൈസസ് ആർ യൂസ്. ഞാൻ പറഞ്ഞ ഒരു ഉപകരണ സംവിധാനം ഉപയോഗിക്കുന്നില്ല. ഏത് മെത്തേഡില്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. സോ നോ സൈഡ് എഫക്ട്. സൈഡ് എഫക്ട് ഇല്ല എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ സൈഡ് എഫക്ട് ഈസ് നീഡ്. സോ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നില്ല, ഒരു ഡിവൈസസ് ഉപയോഗിക്കുന്നില്ല. സോ സൈഡ് എഫക്ട് ഈസ് നീഡ്. അപ്പൊ നിങ്ങൾ ചെക്ക് എന്താ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? ഏത് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ്? നാച്ചുറൽ മെത്തേഡ്. ഒരു ഉപകരണ സംവിധാനം ഉപയോഗിക്കാത്തത് കൊണ്ട് ചാൻസ് ഓഫ് ഫെയിലിയർ വളരെ ഹൈ ആണ്. ഈ മെത്തേഡ് ഫെയിലിയർ ആകാൻ വളരെ ഹൈ ആണ്. അപ്പൊ എന്താ ഫെയിലിയർ ആവുന്ന? ഗർഭം ധരിക്കാനുള്ള ചാൻസ്. കൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭനിരോധനത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. സോ കൺട്രാസെപ്ഷൻ ഫെയിലിയർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? കൺസെപ്ഷനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ചാൻസ് ഓഫ് ഫെയിലിയർ വെരി ഹൈ ആണ്. അതായത് ഗർഭം ധരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത് മെത്തേഡില്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എങ്ങനെയായിരിക്കും അത് ഹൈ ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഡ്യൂറിംഗ് 10 to 17 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് ഓവുലേഷൻ എന്നുള്ളത്. ഒരു സ്ത്രീ, നമ്മളത് തിയറി ഒക്കെ പറയുന്നെങ്കിലും ഒരു സ്ത്രീയില് എന്തോ കാരണത്താൽ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് 9-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് സെക്സിൽ ഏർപ്പെട്ട പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. സോ ഒരു ഉപകരണ സംവിധാനം ഉപയോഗിക്കാത്തത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഈ മെത്തേഡ് ഫെയിലിയർ ആകാൻ, അതായത് ഗർഭം ധരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജ് പഠിക്കുക. നോ മെഡിസിൻ ഓർ നോ ഡിവൈസസ് ആർ യൂസ്ഡ്. സോ സൈഡ് എഫക്ട് ഈസ് നിൽ. ഡിസഡ്വാൻറ്റേജ് ദ ചാൻസസ് ഓഫ് ഫെയിലിയർ ഈസ് വെരി ഹൈ. ദാറ്റ് മീൻസ് കൺസെപ്ഷണൽ ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇതിനെ കുറിച്ചാണ്. കൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധനത്തെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു. ആദ്യത്തെ മെത്തേഡ് ഏതാണ്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. അതിൽ 3 ഹെഡിങ്ങളെ കുറിച്ച് പഠിച്ചു. ഒന്നാമത്തെ ഹെഡിങ് ആണ് പീരിയോഡിക് ആബ്സ്റ്റിനിയൻസ് എന്ന് പഠിച്ചു. രണ്ടാമത്തെ വിത്ത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നും. മൂന്നാമത്തെ എന്താണ്? ലാക്ടേഷൻ അമൻഡ്രിയ എന്നും. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പഠിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക ഓരോ കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഉപയോഗിക്കാം. സഭ്യമായ ഭാഷകൾ മാത്രം ഉപയോഗിക്കാം. എന്തെങ്കിലും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് നോട്ട്ബുക്ക് പ്രിന്റ് ഔട്ട് വേണമെങ്കിൽ ഇതിന് ഈ വീഡിയോ ലെസന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതോടുകൂടി NP ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? ക്ലാസ് 12 സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ പേര് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ, രണ്ടാമത്തെ എപ്പിസോഡാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ പേരെന്തായിരുന്നു? കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ആദ്യത്തെ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ആദ്യത്തെ മെത്തേഡ്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെലൈക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ ഈ ചാപ്റ്ററിന്റെ ബാക്കി തുടർന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ അത് വരുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.